Hello friends. നമ്മുടെ പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് വരുവാണ്. പാമ്പ് വളരെ വീക്കാവുന്നു, പക്ഷേ മംഗൂസ് അതുപോലെ തന്നെ കീരി അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഫ്രഷ് ആയിട്ട് ഒരു ഇടിവാളിൻ്റെ വേഗത്തിൽ അവൻ്റെ പല്ലുകൊണ്ട് ഇതിനെ പിടിക്കുക. സ്നാപ്പിങ്, സ്നാപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പല്ല് കൂട്ടി കടിക്കുന്നതിനാണ് സ്നാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്നാപ്പിങ് ദ സ്നേക്ക് ബൈ ദ സ്നൗട്ട്. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ മൂക്കും വായും കൂടി ചേരുന്ന കൂർത്ത ഭാഗത്തിനാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. സ്നൗട്ട്, സ്നൗട്ട് ഓഫ് ആൻ ആനിമൽ. കൃത്യമായിട്ട് ഫിഷ്, മീനിൻ്റെയൊക്കെ ഭാഗം കണ്ടില്ല, കൂർത്തിങ്ങനെ ചെയ്യും, അത് സ്നൗട്ട്. അതുപോലെ തന്നെ കീരി നിങ്ങൾ കണ്ടു കാണും. പട്ടി, ഡോഗിൻ്റെ നിങ്ങൾ കണ്ടില്ലേ, ആ മൂക്കും വായുടെ ഭാഗങ്ങൾ ചേരുന്നതിനാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടുക്ക് ബൈ ദ സ്നൗട്ട് എന്നാണ് അതിൻ്റെ ആ മൂക്കും വായും കൂടി ചേരുന്ന ആ ഭാഗം കൊണ്ട് കയറിങ്ങി പിടിച്ചെന്നുള്ളതാണ്. കോബ്ര എന്ത് സംഭവിച്ചു? കോബ്ര റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുളയിലാണ്. പാമ്പ് പുളയെന്ന് കണ്ടിട്ടുണ്ടല്ലോ, വേദന കൊണ്ട്. നമ്മൾ പാമ്പിനെ അടിക്കുമ്പം പാമ്പ് കിടന്നിങ്ങനെ പുളയല്ലേ, അതാണ് അത് പുളയുക. ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാട്ടക്കൊക്കെ അടിക്കുകയില്ലേ, അതുപോലത്തെ അടിക്കാണ് ലാഷ് എന്ന് പറയുന്നത്. ലാഷിങ്. The master lashed at the slave എന്നാണ്. ലാഷ്ഡ് അറ്റ് യജമാനൻ അടിമയെ ചാട്ടവാറിന് അടിക്കുന്നു, അതാണ് ലാഷിങ് ദ സ്നേക്ക്. ലാഷിങ്. ഇത് നമുക്കറിയാം, പാമ്പ് കണ്ടിട്ടില്ലേ, വലിയ നീളമുള്ള പാമ്പൊക്കെ പകുതി ഭാഗം ഇങ്ങനെ പുറകിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അടിക്കുന്നത്, അതാണ് ലാഷിങ് എന്ന്. ലാഷിങ്. പക്ഷേ പാമ്പിന് പേടിയായിപ്പോയി, അടിമപ്പെട്ടു പോയി. പാമ്പ് ഷുവറാണ് ഞാൻ ചാകാൻ പോകാന്നുള്ള പാമ്പിന് മനസ്സിലായി. അതാണ് ഫ്രൈറ്റനിങ് മാനർ എന്നാണ് പറയുന്നത്. ആ ലാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് നമ്മൾ പറയല്ലേ 18ാമത്തെ അടവെന്ന് പറഞ്ഞാൽ, 18ാമത്തെ അടവിൽ ഇവൻ ഈ കീരിയെ ചുറ്റി, വാലെല്ലാം കൂടെ ചേർത്ത് കീരിയെ ചുറ്റി, കോയിലിംഗ് എന്ന് പറയും. കോയിലിംഗ്, കീരിയെ ചുറ്റി. പക്ഷേ ഓഫ് നോ അവെയിൽ, ഒരു പ്രയോജനമില്ല. കീരി ആരും മോൻ കീരി അതിൻ്റെ ആ പിടിച്ചത് ഇങ്ങനെ തൂങ്ങിക്കിടന്നു. ഹങ് ഗ്രിംലി എന്ന് പറയാൻ വിത്തൗട്ട് എനി മേഴ്സി, യാതൊരു ദയയില്ലാതെ പിടിച്ചെടുത്ത് അങ്ങ് പിടിച്ച് പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ച് കിടന്നതാണ്. കടിച്ച് തൂങ്ങിക്കിടക്കാന്ന് പറയല്ലേ, അതാണ് ഹങ് ഗ്രിംലി എന്ന് പറയുന്നത്. കടിച്ച് തൂങ്ങിക്കിടന്നു, യാതൊരു ഒരു ദയയില്ലാതെ. സിവിയർ എന്ന് പറയും, അതാണ് സ്നാപ്പ്. സോ ഗ്രിംലി അണ്ടിൽ എപ്പം വരെ തൂങ്ങിക്കിടന്നത്, അതാണ്. അവരെന്തെല്ലാം ചെയ്തു. പാമ്പ് വളഞ്ഞു, പുളയുന്നു, അത് വാലിട്ട് അടിക്കുന്നു, ഇവനെ ചുറ്റുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും വിട്ടുകൊടുത്തില്ല. ഇവൻ അവിടെ തന്നെ കടിച്ച് തൂങ്ങിക്കിടന്നു. ഹംഗ്രിംലി എന്നാണ് അതെൻ്റെ പിടിച്ചിടം വിടാതെ കിടന്നു. അവസാനമായപ്പം പാമ്പിൻ്റെ അനക്കമെല്ലാം തീർന്നു. സീസ്ഡ് മൂവിങ്, അതാണ് മൂവ്മെന്റ് സീസ്ഡ് എന്ന് പറഞ്ഞാൽ അത് അനക്കില്ലാതെ ചത്ത് കിടക്കും. പാമ്പൊക്കെ ചത്ത് കിടന്നാൽ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ദേഹം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അതിനാണ് ക്വിവറിങ് ലെങ്ത് എന്ന് പറഞ്ഞത്. ക്വിവറിങ് ലെങ്ത് ഓഫ് ദ സ്നേക്ക്. അപ്പം അവിടെ എല്ലാം ഒന്ന് പുള്ളി അതിലെല്ലാം നടന്നൊന്ന് മണത്ത് നോക്കി, സ്മെൽറ്റ്, ഒരു മണത്ത് നോക്കി. എന്നിട്ട് ഗ്രിപ്പിങ് ഇറ്റ്. ഗ്രിപ്പ് എന്ന് വെച്ചാൽ ഹോൾഡ് ടൈറ്റ്ലി എന്നാണ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഹോൾഡിങ് ടൈറ്റ്ലി, മുറുക്കെ പിടിക്കുക. നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ ചാടിക്കയറുക. ഇപ്പം നമ്മൾ എന്നാ you grip on something, whatever it is. It may be the door, or it may be the handle, or it may be on somebody. Sometimes അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ, നമ്മൾ ചാടിയും കയറുമ്പോൾ കാണുന്നതൊക്കെ പിടിക്കുക. അതാണ് ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഹോൾഡ് ടൈറ്റ്ലി, അതാണ് ഹോൾഡ്. ഗ്രിപ്പിംഗ്. റൗണ്ട് ദ ഹുഡ്, ഡ്രാഗ്ഡ് ഇറ്റ് മീൻസ് വലിച്ച് ഇഴച്ചുകൊണ്ട് പോയത്. ഡ്രാഗിങ് ഇറ്റ്. നിങ്ങൾക്ക് ഒരു വലിയൊരു സംഭവമുണ്ട്, അത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. നമ്മുടെ ട്രോജൻ വാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ട്രോജൻ വാർ
ട്രോജൻ വാർ. അതിനകത്ത് ഇലിയഡ് എന്ന് പറയുന്ന ആ കാവ്യം മഹാനായ ഹോമർ എഴുതിയതാണ്. ഗ്രീക്ക് കവിയായ ഹോമർ എഴുതിയതാണ്. ഇലിയഡ് എന്നാണ്. ഇലിയഡ് നിങ്ങൾ പക്ഷെ എവിടെയെങ്കിലും വായിച്ച് കാണും, ചിത്രകഥയിലൊക്കെ അത് വരുന്നതാണ്. അതിനകത്തൊരു സംഭവമുണ്ട്. അതായത് ഹെക്ടർ എന്ന് പറയുന്ന ഒരു ധീരനായ ഒരു സൈനിക, അവരുടെ നേതാവ് ഹെക്ടർ. ട്രോജൻ സൈന്യത്തിൻ്റെ നേതാവ് എന്ന് വേണേൽ പറയാം, ഹെക്ടർ. അദ്ദേഹത്തെ ഗ്രീക്ക് സൈന്യത്തിലെ ഒരു പ്രധാന പോരാളിയായ ഇക്കില്ലസ് എന്ന് കേട്ടില്ലേ, എക്കില്ലസ് കൊന്നിട്ട് എക്കില്ലസിൻ്റെ ചാരിയറ്റ്, കുതിരവണ്ടിയുടെ അതിൻ്റെ വീൽ, അതിൻ്റെ ചക്രത്തെ കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ ട്രോയ് നഗരത്തിൻ്റെ ചുറ്റിലും പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഭീകരമായൊരു കാഴ്ച. അതായത് ഹെക്ടറിനെ കൊന്നിട്ട് എക്കിലസ് അവനെ കെട്ടുന്നു, ഒരു കയറിട്ട് കെട്ടി അവൻ്റെ ആ ചാരിയറ്റിൻ്റെ ചക്രത്തിലോട്ട് കെട്ടുകയാണ്. കെട്ടിയിട്ട് ട്രോയ് നഗരത്തിൻ്റെ ചുറ്റും വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നൊരു ദൃശ്യം, ഒരു കാഴ്ചയുണ്ട്. ഹൊറിബിൾ. അതാണ് വലിച്ചിഴക്കിയാണ് പറയുന്നത്. ഇതിന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വലിച്ചടച്ചുകൊണ്ട് പോവാണ് ഈ പെണ്ണ്. അല്ലാതെ അവനെ വെറുതെ വിട്ടില്ല. അവനെ എവിടെ കൊണ്ടിട്ടു? ഇൻടു ദ ബുഷസ്. അവിടെ കിടന്ന് എന്തെങ്കിലും ആയിപ്പോട്ടെ, പക്ഷികൾക്ക് ഭക്ഷണം ആണ്, പക്ഷികൾക്ക് ഭക്ഷണമായിപ്പോട്ടെ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഭക്ഷണമായിപ്പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വലിച്ചടച്ച് ആ കുറ്റിക്കാട്ടിൻ്റെ ഇടയിലോട്ട് കൊണ്ട് ഇട്ടു കൊടുത്തു. ഓ, ഭയങ്കരം അല്ലേ? ആ ദൃശ്യത്തെ പറ്റി ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി. അവൻ്റെ ആ അരിശം മുഴുവൻ തീർക്കുകയാണ്. ആരുടെ? കീരിയുടെ. ഞാൻ അത് നമുക്ക് ഇതിൻ്റെ ഭാഗം മനസ്സിലായി. ഞാൻ സിമ്പിൾ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ദ കോബ്ര ബിക്കെയിം വീക്ക് ബട്ട് ദ മംഗൂസ് റിമെയിൻഡ് ഫ്രഷ്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. കോബ്ര, കാരണം മംഗൂസിൻ്റെ ടാക്ടിക്സ്, അവൻ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് എന്നുണ്ട്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ രീതി. യുദ്ധത്തിൻ്റെ രീതിയാണ് കണ്ടത്. അവൻ തുള്ളിച്ചാടുക. അവിടും ചാടുന്നു, ഇവിടും ചാടുന്നു, അവിടും ചാടുന്നു, ഇവിടും ചാടുന്നു. ഇങ്ങനെയാണ് അല്ലെ, ഒരു ഡാൻസ് പോലെ. അവനെ ഫ്രഷ്. He walked up to the big snake. 6 feet. He took him by the snout. The cobra writhed and lashed with its tail. പൊളഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ വാലുകൊണ്ട് അടിച്ചു. It was frightened. Cobra was really frightened. മാനസികമായിട്ട് കോബ്രയെ തളർത്തിക്കളഞ്ഞു. ഈ വേലയെല്ലാം കാണിച്ച് തളർത്തിക്കളഞ്ഞു. It even coiled itself about the mongoose. അത് coiled, ചുറ്റിപ്പണി. But it was of no use. ടെക്സ്റ്റ് പറയുന്ന ഓഫ് നോ അവെയിൽ എന്നാണ്. നോ അവെയിൽ, അതൊരു നല്ല ഫ്രേസാണ്. ഓഫ് നോ അവെയിൽ എന്ന് പറയുന്നത്. നോ യൂസ്. ദ മംഗൂസ് hung on till the snake died. The dead snake was quivering. വിറയ്ക്കുന്നു, വിറയ്ക്കുക. The mongoose smelt it. He caught it round the hood and dragged it into the bushes. ഇതാണ് സംഭവം. നമ്മുടെ വാക്കുകളൊക്കെ നോക്കാം. ഫ്രേസസ്, വേർഡ്സ് ആൻഡ് ഫ്രേസസ്. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. കിരിയുടെ കാല് വളരെ ചെറുതല്ലേ, അവൻ ആ പൂച്ചയൊക്കെ കാണത്തില്ലേ ഇങ്ങനെ ഷോർട്ട് ലെഗിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു. അപ്പം ഇങ്ങനെ എണീറ്റ് കിരി, പ്രത്യേകിച്ചും ഈ കിരികൾ ഇങ്ങനെ ഓടുന്ന കണ്ടാൽ നിങ്ങൾക്കറിയാം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഷോർട്ട് ലെഗ്, ബാക്കിലുള്ള 2 കാലുണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ്. അതാണ് റേസ്ഡ് ഹിംസെൽഫ്. മീൻസ് കുറച്ച് ഇങ്ങനെ എത്തി നോക്കുന്നതാണ്, ഉയരം. ലൈറ്റ്നിങ് സ്നാപ്പ്. ലൈറ്റ്നിങ് ഇടിവാൾ പോലെ. ഇടിവാളിൻ്റെ ആ സ്പീഡാണ്, നമുക്ക് നോക്കാൻ പോലും സമയം കിട്ടില്ല. അതുപോലെ സ്നാപ്പ്, ഞാൻ പറഞ്ഞു സ്നാപ്പ് എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട് കടിക്കുന്നതിനാണ്, പല്ല് കൂട്ടി കടിക്കുക. സ്നാപ്പ്, ലൈറ്റ്നിങ് സ്നാപ്പ്.
ഒറ്റ ചാട്ടത്തിൽ കയറി പിടിച്ചു പല്ല് പിന്നെ അവൻ പോകത്തില്ല. അതാണ് പല്ലിനകത്ത് കുടുങ്ങിക്കിടക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയല്ലേ ഫിഷ് caught the bait, sorry, fish snapped at the bait എന്നാണ്. The fish snapped at the bait. നമ്മുടെ ബെയ്റ്റ് ചൂണ്ടയിലോട്ട് ഒരു ഫിഷിനെ ചാടി കൊത്തു പറ്റി. The dog snapped at my leg എന്ന് പറയും. Dog snapped at my leg. പല്ല് കൂട്ടി കടിച്ചു. പല്ല് കൂട്ടി കടിച്ചു. സ്നാപ്പ് അതിനാണ് സ്നാപ്പ് എന്ന് പറയുന്നത്. പല്ല് കൂട്ടി കടിക്കുന്നത്. So he snapped at the lightning. Speed is lightning speed. It evolved with snout. ഞാൻ പറഞ്ഞു മൂക്കും വായും ചേർന്ന് കൂർത്ത ഭാഗമുണ്ട്. അതിനാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. സ്നൗട്ട് എസ്പെഷ്യലി കീരി അണ്ണാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കൂർത്തേക്ക് എലിയുടെ അല്ലേ എലി ഇങ്ങനെ സ്നൗട്ട് എലിയുടെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അത് വെച്ചാണ് അവൻ പയ്യെ തുരക്കുന്നത്. Then right. So when the teacher will not say that, but will say like this. When I was beating the snake, it was writing എന്ന് പറഞ്ഞാൽ പൊളയുക. നമ്മൾ കമ്പൗണ്ട് അടിക്കുകയാണ്. ഓരോ അടിക്കുകയാണ് ഇങ്ങനെ പൊളയുന്ന കണ്ടിട്ടില്ല. അടിവശം ഓടി വരുന്നു, മോടിവശം അടി പോകുന്നു. ഇങ്ങനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അബൌട്ട് മീൻസ് ബീറ്റ് ചാട്ടക്കടിക്കുന്നവർക്ക്. Lashed about. See, olden days, not now these days, but olden days, what used to do? The slaves used to, the slave owners used to lash at the slaves. Charting adequate, slapping. Not these days. Say, let's say in the 14th century or like that, even before that, slaves. Yes. And then you have got coiled. Coiled means coil. Stove coil. So coil means chuttigana. Yes. Coil. So the snake tried to coil about the mongoose. Coil about the mongoose. അവനെ ഇങ്ങനെ ചുറ്റി വളയും. പെരുമ്പാമ്പ് അങ്ങനെയാണ് വലിയ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നവർ. അതിനെ അങ്ങ് ചുറ്റി ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ ഞെക്കാണ് ഞെക്കുക. then all to no avail. നല്ലൊരു ഫ്രേസാണ് ഇംഗ്ലീഷിൽ നമുക്ക് പറയാവുന്നതാണ്, ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ്. all to no avail, of no use. നമ്മൾ ചിലപ്പോൾ പറയാം വലിയ സാറന്മാരൊക്കെ വലിയ നല്ല അഡ്വൈസൊക്കെ കൊടുക്കുന്നില്ല. രാവിലെ എണീക്കണം, എന്നും പഠിക്കണം, മൊബൈലൊന്നും നോക്കരുത് അല്ലേ, എന്നും കളിക്കാൻ പോകണമെന്നൊക്കെ പറയും. നല്ല അഡ്വൈസൊക്കെ കൊടുക്കും. ബട്ട് ഓഫ് നോ അവൈൽ. എല്ലാവരും അല്ല, കുറച്ച് പേര് തീർച്ചയായിട്ടും കേൾക്കും, കുറച്ച് പേര് അത് മൈൻഡ് ചെയ്തില്ല. അതാണ് ഓഫ് നോ അവൈൽ, ഓഫ് നോ യൂസ്. Then all to know it. Hung grimly without any mercy എന്നാണ്. ഗ്രിം സ്മൈൽ എന്നൊരു എക്സ്പ്രഷൻ ഇല്ല ഇംഗ്ലീഷിൽ. ഗ്രിം സ്മൈൽ ക്രൂരമായ ഒരു ചിരിയാണ് ഗ്രിം സ്മൈൽ, ക്രൂരതയോടെ. സ്മൈൽ ആൻഡ് യെറ്റ് ബി എ വില്ലൻ എന്നാണ് പറയുന്നത്. ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എന്നാൽ അവനൊരു ക്രൂരനായിരിക്കുന്നു. ക്രൂരമായ ഒരു ചിരി, അതിനാണ് ക്രൂരമായ മന്ദസ്മിതം എന്ന് വേണം പറയാം. പാവം ക്രൂരൻ എന്നൊക്കെ പറഞ്ഞത് ക്രൂരമായ ഒരു മന്ദസ്മിതം. അതാണ് ഗ്രിംലി അവൻ്റെ പുറത്ത് കടിച്ച് തൂങ്ങിക്കിടന്നതാണ്. till അപ്പം വരാണ് hung, ceased to struggle, stopped struggling, writing over. പിന്നെന്താണ് കോയിലിംഗ് തീർന്നു, അങ്ങ് അഴിഞ്ഞു പോയി തന്നെ. ഇത് ചത്തു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ അഴിഞ്ഞു പോയി. then കോയിലിംഗ് തീർന്നു, ലാഷിംഗ് തീർന്നു, എല്ലാം തീർന്നു, അനക്കയില്ലാതെ ചത്തു. ക്യുവറിംഗ് ലെങ്ത്, അത് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഈ പാമ്പ് ചത്തു കുറേ നേരം കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇവനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടി നടന്ന് നോക്കുക, പാസ്സായോ എന്ന് നോക്കുന്നതാണ് ക്യുവറിംഗ് ലെങ്ത്. ഗ്രിപ്പിംഗ്, നമ്മളല്ലോ ഗ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ടൈറ്റ്ലി എന്നാണ് ഗ്രിപ്പിംഗ്. ഇപ്പം നമ്മുടെ സ്വർണ്ണ നാണയം കിട്ടുവാണെങ്കിൽ വാട്ട് വിൽ യു ഡു? യു ഗ്രിപ്പ് ഇറ്റ് അല്ലേ, യു ഗ്രിപ്പ് ഇറ്റ്.
ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചാലും നമ്മളത് കൊടുക്കത്തില്ല അല്ലേ? അതുപോലെ നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ഡെയിലി നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ് ആൾക്കാർ നിറഞ്ഞൊരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുമായിരിക്കും ഓടിച്ചെന്ന് കയറും. ഓടിച്ചെന്ന് കയറുമ്പോൾ കിട്ടുന്നത് ഗ്രിപ്പിക്കും അവർ. എന്താ, ചിലപ്പോൾ ഹാൻഡിലായിരിക്കും, ചിലപ്പം ഒരു മനുഷ്യനെ തന്നെ ആയിരിക്കും. അത് ഇങ്ങനെ ആ സമയത്ത് നമ്മൾ ആരെ പിടിക്കുന്നു അയാളുടെ മനസ്ഥിതി അനുസരിച്ച് അയാൾ നമ്മളെയും പിടിക്കും. എന്തിനാ വെച്ചാൽ സ്നേഹത്തോടെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ വേണം ചെയ്യാൻ അല്ലേ? റൈറ്റ്. ദെൻ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചടിച്ച്. നമ്മളല്ലേ ഹെക്ടറിനെ അക്കില്ലസ് വലിച്ചടിച്ചുകൊണ്ട് പോയെന്നു. ഹെക്ടർ ആൻഡ് അക്കില്ലസ്. ഹെക്ടർ ദി ട്രോജൻ ആൻഡ് അക്കില്ലസ് ദി ഗ്രീക്ക്. ഭയങ്കര ഒരു കാഴ്ചയാണത്. നിങ്ങൾ മിക്കവാറും ചിത്രകഥകളൊക്കെ അത് കണ്ടു കാണും. അല്ലെങ്കിൽ ആ സമയമുണ്ടെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, കാണും. Dragged around the city of Troy. Dragged around the city of Troy. അവൻ്റെ ആ പക തീർന്നില്ല, കൊന്നിട്ട് തീർന്നില്ല. അവൻ ആ ശവം എടുത്ത് കെട്ടി, അവൻ്റെ ചക്രത്തെ കെട്ടി കുതിരവണ്ടി ചാരിയറ്റ് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. Dragged Hector's body, dead body, around the city of Troy. അതിഭയങ്കരം. അതുപോലെ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു അല്ലേ? വലിച്ചടിച്ചുകൊണ്ട് പോവാണ്. ഇതാണ് സംഭവം. I will read the text now for you. Hope that you have got the text with you. The cobra was weakening. ക്ഷീണിതെന്ന് പറയാം. The cobra was weakening, just becoming very weak. And the mongoose walking freshly. The mongoose remained fresh, as if nothing has happened, as if he was enjoying, as if he was dancing around the cobra. And no problem, no psychologically still remained fresh, also physically. Walking freshly up to it, raised himself to his short legs. പുറകിലത്തെ കാല് രണ്ടും കൂടെ വെച്ചിങ്ങനെ പൊങ്ങി നോക്കി. Raised himself on his short legs. ഇങ്ങനെ നോക്കി. Stood. Raised here means stood himself on his short legs. And with lightning snap. സെക്കൻഡ് പോലും എടുത്തില്ല. ഒരു ഇടിവാൾ വെട്ടുന്ന പോലെ പല്ല് കൂട്ടിങ്ങി പിടിച്ചു. Had the big snake by the snout. അതാണ് ഒറ്റപ്പെടുത്തമാണ്. The cobra writhes. Moving, painful moving. When you suffer from terrible pain, this happens. നമ്മളാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. Lashed about, used his tail and started hitting the cobra. Lashed about in a frightening manner. അവിടെ പ്രശ്നം. അതേസമയം ഇവനും ഫ്രഷായിട്ട് നിന്ന് പേടിക്കാതിരിക്കും. പേടിച്ചു, ഫ്രൈറ്റൻഡ്. നമ്മൾ തന്നെയല്ല, നമുക്ക് എന്തെങ്കിലും നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പകുതി നമ്മുടെ ഇത് പോയി. പേടിച്ചില്ലെങ്കിൽ നമുക്കും ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഇവൻ അതെ ഞാൻ പോയി, എൻ്റെ ജീവിതം തീർന്നു. ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദി കോബ്ര. And even coiled itself. അത് നോക്കി. ലാസ്റ്റ് 18ാമത്തെ ഇടവാണ് ചുറ്റി. പക്ഷേ എവിടെ പിടുത്തം? അതാണ് നോക്കേണ്ടത്. പിടുത്തം എവിടെയാ? ആ ഭയങ്കരമായ പിടുത്തം. പല്ല് കണ്ടിട്ടില്ലേ? അതങ്ങോട്ട് കേറിപ്പോയി. And hung grimly itself about the mongoose, but all to no avail. കാരണം ഒന്നാമത്തെ കാര്യം mongoose psychologically he is very certain. Psychologically he is powered by his ability to kill, or you can say he has brought it under his control. So there is no fear for him. But on the other hand, the cobra is frightened, fear. Cobra ki രക്ഷയില്ലെന്ന് മനസ്സിലായി. Coiled, but of no use, of no avail.
ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ഫ്രേസാണ് ഓഫ് നോ അവൈൽ എന്ന് പറഞ്ഞു. ഓഫ് നോ യൂസ്. നമ്മൾ എന്തൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ രാപകലില്ലാതെ പഠിക്കും. സംടൈംസ് ഇറ്റ് ഈസ് ഓഫ് നോ അവൈൽ. സാധാരണ വരാറില്ല, എങ്കിലും ചിലപ്പോൾ അങ്ങനെ വരാം. The little fellow hung grimly on. Little fellow is നമ്മുടെ അമ്മ, അത് നമ്മുടെ കിരി. hung grimly, കടിച്ച് തൂങ്ങിക്കിടന്നു. ഇനി അഥവാ പാമ്പ് ഇങ്ങനെ ചെതറിക്കാൻ നോക്കിയാലും പറ്റിയത്, കാരണം ചൂണ്ട പോലെ ഇത് രണ്ട് പല്ല് നിങ്ങളുടെ കയറിയിരിക്കുക, ഒരു രക്ഷയില്ല. കുടഞ്ഞു കളയാൻ നേരത്തെ പറ്റത്തില്ല. grimly, hung grimly on until the snake had ceased to struggle. Ceased, stopped. സംടൈംസ് നമ്മൾ പറയുന്നത് എല്ലാം തീർന്നു എന്ന് പറയുന്നത്. Ceased, stopped. But all to know, grimly until the snake ceased to struggle. Stopped struggling. That means it is death. He then smelt along its quivering length. Smelt is the past tense. Smelt. Smelling. അത് ഞാൻ പറഞ്ഞു, ഇത് ചത്തു കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ ശരീരം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ക്യൂറിംഗ് ലാങ്. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. അവൻ്റെ ആ പത്യമുണ്ടല്ലോ, അതിന് ചുറ്റിലുമാണ് പിടുത്തം വന്നിരിക്കുന്നത്. ഡ്രാഗ്ഡ് ഇറ്റ്, വലിച്ചരച്ച്, ആൻഡ് ത്രൂ ഇറ്റ് ഇൻ ടു ദ ബുഷസ്. Death of a snake, death of a cobra. അതിൻ്റെ വിവരണം നൽകി. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒത്തിരി നല്ല വാക്കുകളുള്ളൊരു കാര്യം. 4 സെൻറ്റൻസേ ഉള്ളൂ, പക്ഷെ ഇതിനകത്ത് ഒത്തിരി നല്ല വാക്കുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് വാക്കിംഗ് ഫ്രഷ്ലി നല്ലതാണ്. The people walked freshly to the temple. And the people walked freshly to church. എന്നൊക്കെ പറയത്തില്ലേ. The people walked freshly to the theater. സന്തോഷത്തോടെ പോയെന്ന് പറയാം. അതുപോലെ ലൈറ്റ്നിങ് സ്നാപ്പ്. ലൈറ്റ്നിങ് സ്നാപ്പ് പെട്ടെന്ന് പല്ലു കൂട്ടി പിടിക്കുന്ന ലൈറ്റ്നിങ് സ്നാപ്പ്. നല്ലൊരു വാക്ക്, നല്ലൊരു ഫ്രേസാണ്. ലൈറ്റ്നിങ് സ്നാപ്പ്. As soon as I threw the bait in the river, a huge fish caught it with a lightning snap. Lightning snap. With a lightning snap, it swallowed the bait. എറിഞ്ഞപ്പോഴേ ചേർ പിടിച്ചിരുന്നു. Lashed about and right. In terrible pain he was writing. Writing in terrible pain. Terrible pain. Lashed about. The boy, as he was going home, lashed the bushes about. ചില കുട്ടികൾ കണ്ടില്ലേ, പോകുന്ന വഴിക്ക് ഇങ്ങനെ അടിച്ചോണ്ട് പോകും. ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ അടിച്ചോണ്ട് പോകും. ലാഷിങ്. അതൊരു തമാശക്കാണ്, പക്ഷെ ലാഷിങ് സംബടി. See, the best example I gave you one. Slaves used to be lashed about by their managers. Lashed about. അടിക്കുന്ന നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യമില്ലേ, ലാഷിങ്. പിന്നെ നല്ലൊരു വാക്കാണ് ഹങ് ഗ്രിംലി. ആ സംഭവം അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ ഹങ് ഗ്രിംലി എന്നുള്ളത് നല്ലൊരു ഫ്രേസ് നമുക്ക് ഉപയോഗിക്കാവുന്ന. ഹങ് ഗ്രിംലി ആണ്, കടിച്ച് തൂങ്ങിക്കിടക്കും. അതിന് വേറൊരു ഹി ഹങ് ഗ്രിംലി ഓൺ ഹിസ് പ്രോജക്റ്റ്. അതൊരു നല്ല ഉപയോഗമാണ്. ഹി ഹങ് ഗ്രിംലി ഓൺ ഹിസ് പ്രോജക്റ്റ്. അവനൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്നു. ഗ്രിംലി സീസ് ടു സ്ട്രഗിൾ. അത് വേറെ നല്ല ഫ്രേസ്. ഞാൻ പറയില്ല, ഈ 4 സെന്റൻസ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഒത്തിരി നല്ല ഫ്രേസസും
വാക്കുകളുണ്ട്. Ceased to struggle. I saw the wounded man. For some time he was struggling. Then he ceased to struggle. Sometime he was struggling. Then all of a sudden he ceased to struggle. പെട്ടെന്ന് അവൻ്റെ നിർത്തി നോക്കണം. Then smelt along and quivering length. Gripping is good word. Gripping. Like gripping. He gripped on his project. അത് ഇങ്ങനെ പറയാം. He gripped on his plans. Strong ആയിട്ട് അത് പിടിച്ചു കിടന്നു. He gripped on, he fell from the tree, but he gripped on the branches. അപ്പം മരത്തിൽ നിന്ന് വീണു, പക്ഷെ ആ ബ്രാഞ്ച് കയറി പിടിച്ചു. എന്നെ പെടുത്തായിരിക്കും ഗ്രിപ്പിങ്. ഇതൊക്കെ നല്ല ഫ്രൈസസ് ആണ് നമുക്ക് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 14. ഹു വൺ ദ ബാറ്റിൽ? ആർക്ക് എല്ലാവർക്കും പറയാവുന്ന ഒരു ആൻസറാണ്. ഹു വൺ ദ ബാറ്റിൽ? ദ ലിറ്റിൽ ഫെല്ലോ വൺ ദ ബാറ്റിൽ. The mongoose won the battle. If you are asked to describe it, of course you can go on describing it like this. The cobra was weakened, it was frightened, but the mongoose was very fresh, stood on his short legs. Then the lightning speed, it caught hold of the snake. We can say, you use the same word as snap, then the cobra's reaction, and finally, but whatever happened is the mongoose hung grimly on, see, then died and dragged and threw him in the bushes. Till we meet again, bye.